ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പറഞ്ഞത്, യു കാൺ ക്രിയേറ്റ് എനർജി, ഡിസ്ട്രോയ് എനർജി, ബട്ട് യു ക്യാൻ കൺവേർട്ട് എനർജി എന്ന്. അല്ലേ? എങ്ങനെയാണല്ലോ സയൻസിന്റെ തിയറി. അതിലിപ്പോൾ നമ്മൾ സോളാർ എനർജി, ഇലക്ട്രിക്കൽ എനർജി എടുക്കുന്നത്, വിൻഡ് എനർജി ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ എനർജി ഡെവലപ്പ് ചെയ്ത്. ഇത് കൃഷ്ണൻ 5000 വർഷം മുമ്പ് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയില്ല. ഗീതയിൽ 14-ാം അധ്യായത്തിൽ 20-ാം ശ്ലോകം എടുത്ത് നോക്കൂ. 20-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നത്, 20-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏതാണ്? ഗുണാൻ ഏതാൻ അതീത്യ. ആ വാക്ക് നോക്കൂ നിങ്ങൾ. ഗുണാൻ എന്ന് പറഞ്ഞാൽ തമോ ഗുണം, രജോ ഗുണം, സത്വഗുണത്തെ അതീത്യ. അതീത്യ പറഞ്ഞാൽ അതിവർത്തിക്കുക എന്ന് വെച്ചാൽ, ഇതിനെ അതിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നായിട്ട് മാറ്റിയെടുത്തുകൊണ്ട്, ഇതിനെ മാറ്റിയെടുക്കാൻ അതീത്യ എന്നൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ മനുഷ്യരിലെല്ലാം ഗുണങ്ങളെ മാറ്റിയെടുക്കാനുള്ള, ഉറക്കെ പറയൂ, കഴിവുണ്ട്. അപ്പൊ ഈ ഗുണങ്ങളെ മാറ്റിയെടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, ഈ ഡള്ളായിട്ടുള്ള ഒരുത്തനെ സത്വഗുണത്തിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അവന് എവിടെയാ ബുദ്ധിക്ക് കുറവ്? സത്വഗുണമുള്ളവനെ സമചിത്തതയിലേക്ക് എത്തിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എവിടെയാണ് സൂയിസൈഡ് ഉണ്ടാവുന്നത്? പറയൂ നിങ്ങൾ. മനസ്സിലാവുണ്ടല്ലോ. ഇപ്പൊ തമോ ഗുണത്തെ രജോ ഗുണമായിട്ടും രജോ ഗുണത്തെ സത്വഗുണം. അപ്പൊ എന്താണ് ആ ശ്ലോകം പറയണത്? ഗുണാനേതാൻ അതീത്യത്രയൻ ദേഹീദേഹ സമുദ്ഭവാൻ ജന്മമൃത്യുജരാ ദുഃഖൈ വിമുക്തോ അമൃതമസ്നുതേ. അമൃതത്വത്തിലേക്ക് മനുഷ്യന് ഉയരാൻ സാധിക്കും. സത്യത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ എഴുതി നിങ്ങളുടെ ഗ്രാമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കണം. ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ഗുണപരിവർത്തനമാണ് സംഭവിക്കേണ്ടത്. ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ പോയി ആദ്യം ചെയ്യേണ്ടത് എന്താ അറിയോ? കുട്ടികളെ നമ്മൾ അങ്ങനെ പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ അമ്പലത്തിൽ പോയി പ്രദക്ഷിണം വെക്കുക. ഈ പ്രദക്ഷിണം വെക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള പ്രാണോർജ്ജം കൂടുന്നു. ഇപ്പൊ നിങ്ങൾക്കറിയാം, കാല് നിലത്ത് ഊന്നി നടക്കുന്ന സമയത്ത് അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു പ്രഷർ നമ്മുടെ കാലിനടിയിൽ തട്ടുമ്പോൾ, കല്ലുകളുടെയൊക്കെ ആ ഒരു പ്രഷർ വരുമ്പോൾ, ഈ നെർവസ് സിസ്റ്റങ്ങളൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ ബ്രെയിനിലേക്കൊക്കെ ഉള്ള സർക്കുലേഷൻ കൂടുമില്ലയോ? പറയൂ. ഇപ്പൊ ക്രമേണ ഈ ഉള്ളിലുള്ള പ്രാണന്റെ ചലനവും ബ്ലഡിന്റെ സർക്കുലേഷനും ഓക്സിജന്റെ കൂടുതൽ ഇൻപുട്ടൊക്കെ കൂടി വരുമ്പോൾ, കാരണം അന്തരീക്ഷത്തിൽ ഓക്സിജൻ കൂടുതലുള്ള സ്ഥലമാണ് അമ്പലം, ആൽവൃക്ഷമൊക്കെ ഉള്ളതുകൊണ്ട്, ഇത് കൂടി വരുമ്പോൾ ഇവരിലെ ഡൾനെസ്, ഇവരിലെ ഒരു ലതാർജി ക്രമേണ അവർക്ക് പറയൂ കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പരിശീലനത്തിലൂടെ കുട്ടികളെ കൊണ്ടുവന്ന് അവരെ മാറ്റിയെടുക്കാനുള്ള ഒരു കേന്ദ്രമല്ലേ ക്ഷേത്രം. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, രജോ ഗുണത്തെ മാറ്റിയെടുക്കാൻ നീട്ടി മന്ത്രങ്ങൾ ചൊല്ലുക. അതുകൊണ്ടാണ് കൃഷ്ണൻ പവിത്രം ഓങ്കാരം എന്നൊക്കെ പറഞ്ഞത്. ഈ ഓങ്കാര മന്ത്രങ്ങളൊക്കെ നീട്ടി ചൊല്ലുമ്പോൾ, നിങ്ങൾ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കൂ, മന്ത്രം നീട്ടി ചൊല്ലുമ്പോൾ മൈൻഡിന്റെ ഒരു ഹൈ ഫ്രീക്വൻസി ഓഫ് മോഷൻ ഉണ്ടല്ലോ, അത് സ്ലോലി സെറ്റിൽ ഡൗൺ ചെയ്യും. നമ്മളുണ്ടല്ലോ, പലരും ഈ വളരെ ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളെ കൊണ്ട് നീട്ടി ചൊല്ലിക്കണം. അപ്പൊ ക്രമേണ അവരിൽ ആ ഹൈപ്പർ നേച്ചർ ക്രമേണ സത്വഗുണത്തിലേക്ക് മാറും. അതായത് മാറ്റിയെടുക്കാൻ പറ്റാത്തതായ ഒരു മനസ്സും. പറയൂ നിങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, കുട്ടികളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ തിരുമേനിക്ക് 10 രൂപ കൊടുത്ത് ഭഗവാന്റെ ആ വിഗ്രഹത്തിന്റെ മുന്നിൽ അഭിഷേകം ചെയ്യുകയാണോ വേണ്ടത്? ഈ കുട്ടികളെ പരിശീലിപ്പിക്കുകയാണ് ഏതാ വേണ്ടത്? അല്ല, ഈ മറ്റേ ജ്യോത്സ്യര് പറഞ്ഞിട്ടുണ്ട് 101 ദിവസം മുടങ്ങാതെ ധാര കഴിച്ചാൽ മതി എന്ന്. ധാര കഴിച്ചത് കൊണ്ട് ശിവലിംഗത്തിന് തണുപ്പ് കിട്ടുന്നല്ലാതെ കുട്ടിയുടെ മനസ്സ് മാറും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല അത്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ശിവൻ അത് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ തലയിൽ വെള്ളം ഒഴിച്ചാൽ നമ്മൾ നേരെയാവുമെന്ന് പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അത് ചില അച്ഛന്മാരുണ്ട്, കുട്ടികൾ ഇപ്പം പരീക്ഷയല്ലേ, അപ്പൊ ഒരു കുട്ടി പഠിക്കാൻ ഇത്തിരി മോശമായതുകൊണ്ട് അച്ഛൻ പറയാണ്, ഭഗവാനേ ഗുരുവായൂരപ്പ, എൻ്റെ മകനൊരു 85% മാർക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അവനെ കൊണ്ട് ശയന പ്രദക്ഷിണം ചെയ്യിച്ചോളാന്ന്. അച്ഛനെ കൊണ്ട്
അച്ഛൻ മകനെ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യാതെ ഉടനെ മകനും പറഞ്ഞു, ഗുരുവായൂരപ്പ, എനിക്ക് എങ്ങാനും 85-ൽ കിട്ടിയാൽ ഞാൻ അച്ഛനെ കൊണ്ട് ശയനപ്രദക്ഷിണം ചെയ്യിക്കുക. ഞാൻ പറയുമ്പോൾ എല്ലാ കുട്ടികളും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്ത്? അച്ഛനെ കൊണ്ട് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യിക്കുക എന്ന്. ഒരുവിധ അച്ഛന്മാരെ നേരെയാക്കാൻ അതേ ഉള്ളൂ വഴി. കാരണം ഈ തരത്തിൽ കുറെ അന്ധവിശ്വാസങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കി അവരെ അങ്ങനെ ഈ ആത്മീയതയുടെ ലോകത്തിൽ നിന്നും അകറ്റി 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 മാറ്റി. ഇവിടെ ഒരു കുട്ടികളും വന്നിരിക്കാത്തതിന്റെ കാരണം എന്താണ്? ഈ ഒരു അറിവിനെ പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണില്ല. ഉണ്ടെങ്കിൽ അവര് വന്നിരിക്കുമായിരുന്നു. അവർക്ക് ഇവിടെ ഇരിക്കും ബോറടിക്കുന്നു. കാരണം ഈ വിഷയം അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല അവർക്ക്. മനസ്സിലായില്ലേ? അവരെ അത് ഇൻട്രസ്റ്റിംഗ് ആക്കി കൊടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ വീട്ടില് ഉണ്ടാക്കി. ആകെ കഥകളാണ് അവർ കേട്ടിരിക്കുന്നത്. അപ്പൊ അവര് വിചാരിച്ചത് കഥ തന്നെയാണെന്നാണ്. ഏതായാലും അവര് വിചാരിച്ചിരിക്കുന്നതാണ് നമ്മുടെ കഥ തീരാറായിട്ടില്ല, കുറച്ച് തീരാറായിട്ടുള്ളവരാണ് ഇതൊക്കെ കേൾക്കേണ്ടവരെന്നുള്ള രീതിയിലാണ്. മനസ്സിലായില്ലേ? ഒരു പ്രായമുള്ളവർക്ക് കേൾക്കാനുള്ള സാധനമാക്കിയിട്ട് ഇതിനെ മാറ്റിയവര് ആണോ അല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങള്? ഈ എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മള് ഗുരുവായൂരിലൊക്കെ പോകുന്ന സമയത്ത് ഭാഗവത സപ്താഹം കേൾക്കാൻ വരുന്ന ഒട്ടുമുക്കാലും മുത്തശ്ശിമാരൊക്കെ ഇരിക്കും. ഇവരൊക്കെ തൂണും ചാരിയിരിക്കും. അന്ന് ഞാൻ ഉറപ്പിച്ചു ഇങ്ങോട്ടില്ല അങ്ങോട്ടാണെന്ന്. ഇത് അങ്ങോട്ട് പറഞ്ഞയക്കുന്ന ഒരു കൃതിയാണ് ഈ ഭാഗവതം എന്നാണ് എൻ്റെ ഒരു ധാരണ. ഇതുള്ളത് പറയാലോ. അപ്പൊ നമ്മുടെയൊക്കെ അച്ഛൻ അവിടെ കൂട്ടിയിരുന്നിരുത്തും. കാരണം എന്നാ ആഞ്ഞത്തിനോടൊക്കെ ഉള്ളൊരു ആദരവും ബഹുമാനവും അവരുടെയൊക്കെ ആ ഭക്തിയും കാരണം. അപ്പൊ അവിടെ ചെന്ന് ഇരിക്കുന്ന സമയത്ത് ഈ പ്രായമുള്ളവരാണൊക്കെ അവിടെ ഇരിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇങ്ങോട്ടില്ല ഒക്കെ അങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഭഗവാനെ നമ്മളെ വിളിക്കാറായിട്ടില്ല, നമ്മൾ പോവാറായിട്ടില്ല. അത് തമാശയിൽ ആ രീതിയിലാക്കിയെടുത്തു നമ്മൾ, അല്ലേ? ഈ ഭാഗവതത്തെ ഇന്നത്തെ കാലഘട്ടത്തിന് വേണ്ടുന്ന രീതിയിൽ ആരെങ്കിലും പറഞ്ഞു തന്നുണ്ടോ നമുക്ക്? പറയൂ നിങ്ങൾ. ഇതെല്ലാം കഥകളുടെ രൂപത്തിൽ കേട്ട് 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 നമ്മൾ അങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഓർക്കുക, ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ ക്ഷതം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മളെ താഴോട്ട് കൊണ്ടുപോകുന്നത്, നമ്മളെ ദുർബലമാക്കുന്നത്. ആ ദുർബലമാക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഗുണങ്ങളാണ്. ഇതിനെ നമുക്ക് പരിവർത്തനം വരുത്തിയെടുക്കണം. ഇപ്പൊ തമോ ഗുണത്തെ രജോ ഗുണമാക്കാനും, അടുത്തത് പറയൂ, ഉറക്കെ പറയൂ, രജോ ഗുണത്തെ സത്വഗുണമാക്കാനും സത്വഗുണത്തെ സമചിത്തതയിലേക്ക് ഉയർത്താനും, ഇനിയുണ്ട് സമചിത്തതയെ സമാധിയിലേക്ക് ഉയർത്താനും സാധിക്കുന്ന ഒരു പരിവർത്തനം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. അപ്പൊ അതിനാണ് ഈ ക്ഷേത്രത്തിൽ പോകേണ്ടത്. അപ്പൊ നമ്മൾ പുറത്ത് പ്രദക്ഷിണം വെച്ച് അകത്ത് കയറുമ്പോൾ നാമം ജപിച്ച് 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 മനസ്സിന്റെ ആ റെസ്റ്റ്ലെസ്നെസ്സിനെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കണം.